ഇൻകം ടാക്സ് സെയിൽ ടാക്സ് കമ്പൈൻഡ് റെയ്ഡാണ്. സാർ മുതലാളിയെ വിളിക്കാം. സോറി, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. Excuse me, we are coming from Central Excise. We are coming from anti-narcotics wing. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളും വീടും സെർച്ച് ചെയ്യാനുള്ള സ്പെഷ്യൽ ഓർഡറാണ്. ഞങ്ങളോട് സഹകരിക്കണം. സോറി, സെർച്ച് കഴിയുന്നവരെ ആരെയും പുറത്തു പോകാനോ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അനുവദിക്കുന്നതല്ല. Come on, search. ഇന്നത്തെ പത്രം ചൂടുള്ള വാർത്ത. VTV സ്ഥാപനങ്ങളിൽ റെയ്ഡ്. കോടികളുടെ കുഴൽപ്പണം പിടിയിൽ. ബിസിനസ്സുകാരനും രാഷ്ട്രീയ ദല്ലാളുമായ വിശ്വനാഥന്റെ സ്ഥാപനങ്ങളിലും വീട്ടിലും റെയ്ഡ്. പത്രം പത്രം ചൂടുള്ള വാർത്ത വായിക്കാം. VTV സ്ഥാപനങ്ങളിൽ റെയ്ഡ്. ഒരു മന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് എന്റെ കടമയാണ്. നോ 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 നോ, ഇല്ലില്ല. ഈ റെയ്ഡിന്റെ പിന്നിൽ അത്തരത്തിലുള്ള യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അപ്പൊ ശരി, ഓക്കെ. ഇതാര് വിശ്വനാഥനോ? താനിരിക്കി. ഒന്ന് പിറന്നേച്ച് വന്നേ ഉള്ളൂ. ഇത് തന്റെ കണക്കൊരുത്തൽ. അത് വേണ്ട. എന്തായിരുന്നു റെയ്ഡിന്റെ ഉദ്ദേശം? അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ വായ മൂടിക്കെട്ടാൻ. ഇതല്ലാതെ വേറെ മാർഗമല്ല സർക്കാരിന്. പ്രതിപക്ഷം തനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പണ്ട് വയനാട് ചുരമിറങ്ങി വരുന്ന ചരക്ക് ലോറികളുടെ ഡ്രൈവർമാർക്ക് ക്ഷീണം മാറ്റാനും ദാഹം തീർക്കാനും ഒരു നസ്രാനിയുടെ പുല്ലുമേഞ്ഞ മാടക്കടയുണ്ടായിരുന്നു. തന്റെ അപ്പന്റെ, അതായത് ഇന്നത്തെ കുന്നുമേൽ അവറാച്ചന്റെ. അയാളുടെ 3 മക്കളിൽ പിഴച്ചുപോയ ഒരു സന്തതി കനകദാസ് വയനാടൻ വനങ്ങളിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ മൂർച്ച കൂട്ടി. കൂട്ടത്തിലുള്ളവരെ പോലീസിന് ഒറ്റുകൊടുത്തുകൊണ്ടായിരുന്നു തന്റെ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കാൽവെപ്പ്. പിന്നെ ചോര പുരണ്ട കുപ്പായം ഊരിയെറിഞ്ഞ് വെള്ളരിപ്രാവിന്റെ വിദൂഷകനായി തോളറ്റം കീറിയ ഒരു ഖദർ ഷട്ടിട്ടായിരുന്നു എന്റെ മുന്നിലെ തന്റെ ആദ്യത്തെ ദർശനം. അത് മിസ്റ്റർ വിശ്വനാഥൻ, കീറിയ ഷട്ട് കൂട്ടിച്ചേപ്പിച്ച് രാഷ്ട്രീയ രാജാക്കന്മാരുടെ ഇടയിൽ തന്നെ ഞാൻ ഇറക്കി വിടുകയായിരുന്നു. അവിടെ താൻ തോറ്റില്ല. തന്റെ ആ പഴയ ഒറ്റുകാരന്റെ മനസ്സ് യുവജന നേതാവിൽ നിന്ന് MLA വരെ എത്തിച്ചു. ആ കസേരയിലിരുന്ന് മുമ്പിലിരുന്ന മന്ത്രിയുടെ ശിരസിൽ ചവിട്ടി താഴ്ത്തി ആ കുപ്പായം ഊരി സ്വയം അണിഞ്ഞു. പിന്നെ ഈ കസേരയിൽ ഇരുപ്പുറപ്പിച്ചപ്പോ വിശ്വേട്ടൻ നിനക്ക് വിശ്വനാഥനായി. കഴിവേറെ മോനെ, ഞാൻ കുമിളിയിൽ 500 ഏക്കർ ഏലത്തോട്ടം, ഉദ്ഘാടനം കാത്തിയെടുക്കുന്ന DTS എയർ കണ്ടീഷൻ തിയേറ്റർ, താമസിക്കാൻ 1.5 കോടിയുടെ മണിമന്ദിരം. ഇതൊക്കെ 4 അക്ക ശമ്പളക്കാരനായ മന്ത്രിയുടെ മാസവരുമാനം കൊണ്ട് നേടിയതാണെന്ന് ഞാൻ കരുതണോ? പറയണോ? ഘടകകക്ഷിക്കാരുടെ ഈ കുപ്പായം ഞാൻ അണിഞ്ഞിരിക്കുന്നത് രാഷ്ട്ര സേവനത്തിനോ രാഷ്ട്രീയ സേവനത്തിനോ അല്ല. ഇതിലൂടെ എന്റെ ബിസിനസ് മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാ. 10 മാസത്തിന്റെ ആയുസേ ഉള്ളൂ നിന്റെ മന്ത്രി കസേരയ്ക്ക്.
അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് വിപ്ലവം പാടുമ്പോ അവിടെ ഞാൻ എത്തും. കുഴിച്ചു മൂടപ്പെട്ട നിന്റെ പ്രസ്ഥാനത്തിന്റെ പുറംതോടിൽ ഒരു റീത്ത് വെക്കാൻ. വണ്ടേ സഖാവേ, ലാൽ സലാം. അകത്ത് നിങ്ങളുടെ ബിസിനസ് പാർട്ണർ വന്നിരിപ്പുണ്ട്, ആ വാവച്ചൻ. എടോ വാവച്ച, ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീട്ടില്ല. നമ്മുടെ മന്ത്രിയുടെ മുഖച്ഛായക്ക് മാറ്റുകൂട്ടാൻ കാട്ടിക്കൂട്ടിയ ഒരു ചെറ്റത്തരം. ഇതിനേക്കാൾ വലിയ ഒരുപാട് കേസുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അറിയുന്നൊക്കെ പുല്ല് പോലെ ഊരി വന്നിട്ടുണ്ട്. തനിക്കറിയാലോ, അത്ര എളുപ്പത്തിലൊന്നും നമ്മൾ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിൽ കൈവയ്ക്കുവാൻ ഒരുത്തനും കഴിയില്ല. ഞങ്ങൾ വന്ന മറ്റൊരു പ്രധാന കാര്യം പറയാനാ. ഡൽഹിയിൽ നിന്ന് സേട്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റെയ്ഡിന്റെ വിവരം അയാൾ അറിഞ്ഞതും അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ നമ്മളുടെ ഹോട്ടലിലുണ്ട്. കൊടുക്കാനുള്ള പണം പലിശ അടക്കം കിട്ടിയിട്ട് തിരികെ പോകുന്ന സേട്ടിന്റെ തീരുമാനം. 1-2 രൂപയല്ല കൊടുക്കാനുള്ളത്, 3.5 കോടിയാ പലിശ അടക്കം. മനുഷ്യനും തളർന്നാൽ മിത്രവും ശത്രുവാകും, അതാ രീതി. ഒന്ന് നടുക്കടലിൽ എറിഞ്ഞാലോ ശവം പോലും ബാക്കി കാണില്ല. എടോ വാവച്ച, ഡൽഹിയിലെ രംഗാശേട്ടനെ തനിക്കറിയില്ല. സ്നേഹിച്ചാൽ അയാൾ നക്കിക്കൊല്ലും, മറിച്ചായാൽ ഈ കേരളം നിന്ന് കത്തും. ഒരു സംഹാരമല്ല ബുദ്ധിയായി ഇപ്പൊ പ്രകടിപ്പിക്കേണ്ടത്. ഞാൻ നോക്കിയിട്ട് സേട്ടിനെ ഡീൽ ചെയ്യാൻ ഒരാൾക്കേ കഴിയും. ആരെയാ സാർ ഉദ്ദേശിക്കുന്നത്? പൊള്ളാച്ചി തേവർ. ഇതെന്നാ വിളയാട്ടം നനച്ചാ? കോടിക്കണക്കാன പണം താ സേട്ടുക്ക് നാം കൊടുക്ക വേണ്ടിയത്. ഒരു കാര്യം ചെയ്യല, ഒരു ബാത്തബേല് സ്കോച്ച് വിസ്കി ഒഴിച്ച് മുക്കി കുളിപ്പിച്ചാലോ? എന്റെ തേവരെ, സേട്ട് മദ്യപിക്കില്ല. പിന്നെ പറ പറ. இந்த விஸ்கியை சாப்பிட்டு மேத்துவா பர சாப்பிடு கண்ணா, அதுக்கப்புறம் பேசு. மூக்கை பிடிச்சு ஒற்ற வலி, அதுக்கப்புறம் நாற்றவும் கிடையாது, உள்ள போற வழியும் தெரியாது. ஒழி. இனி சொல்லு, சேட்டுக்கு பிடிச்சது எது? ഇനി ഒരു പണിയും. எந்த பணி? മാമാ പണി செய்ய வேண்டியதானே. ஷரத்தே வாவச்சா, விஸ்வநாத யாரு? நம்ம தோஸ்து. அவனுக்கு ஒரு பிரச்சனை வந்தா நமக்கு பிரச்சனை வந்த மாதிரி. ஷரத்தே, சேட்டுக்கு ஒரு பொண்ணை கொடு, அவன் வேக தீர்ப்பி அனுப்ப மாதிரி இருக்கும். சேச்சே, അടേ മുണ്ട, ഉനക്ക് தெரியுதா? തേവരെ, രാഷ്ട്രീയത്തിൽ പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വൃത്തികെട്ട കളി. എടാ തമ്പി, ഈ പൊളിറ്റിക്സിലെ മുതൽ പാടമേ இந்த പണിതാൻ. அங்க കേന്ദ്രത്തിലെ പല മന്ത്രിമാരെ ചെയ്തിருக்கு. അതൊന്നും ശരിയാ. ഊച്ചം പെടാതെ കണ്ണാ, സീക്രം ഒരു നല്ല പൊണ്ണെ സെറ്റ് പണ്ണ്. ഷർത്തേ, ഈ പണിക്ക് പറ്റിയ ഒരാളുണ്ട്. ആരാ? അഴകപ്പൻ. ഓഹോ, എനിക്കൊരു മാനക്കേടുള്ള പുല്ലേ. യു കോൾ മീ മാമ. ഡോക്ടറെ ഡോക്ടർ എന്ന് വിളിക്കാമെങ്കിൽ, അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്ന് വിളിക്കാമെങ്കിൽ മാമയെ മാമയും തന്നെ വിളിക്കണം. ദിസ് ഇസ് എ കോൺസിക്യൂഷൻ ഓഫ് പാരലൗഡി. പുല്ലേ, ദുബായിലേക്ക് 4 പീസ് കഴിഞ്ഞ 6-ന് കയറ്റി വിടണമെന്ന് പറഞ്ഞാലേ, എന്നിട്ടിപ്പോ പാസ്പോർട്ടിൽ അക്ഷരത്തെറ്റാന്ന് പറഞ്ഞു കയറ്റി വിടാതിരുന്നാൽ എന്റെ ബിസിനസ് എങ്ങനെ നടക്കും? എന്നെ ഉപദേശിക്കാനുള്ള തെണ്ടി. നാളെ പുലർച്ചയ്ക്കുള്ള 5:30-ക്കുള്ള ഫ്ലൈറ്റിൽ 17-ന്റെ 4 പീസ്. അതെ, 83 മോഡൽ. ഓക്കേ. എക്സ്ക്യൂസ് മീ, പൊള്ളാച്ചി തേവർ, വിച്ച് റൂം? 201. താങ്ക് യു. വേർ ഈസ് ലിഫ്റ്റ്? This way. ഓ, ദിസ് വേ. താങ്ക് യു, താങ്ക് യു. Excuse me. Yes. This way, sir. ഒരാളെ ലിഫ്റ്റിലേക്ക് വഴി ചോദിച്ചാലേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നീ അധികം കാലം ഇരുന്നാലേ നിന്റെ കുതം പിമ്പിലടിക്കും. I'm sorry, sir. താങ്ക്സ്. ഹലോ, ഉണക്കക്കമ്പുകളുടെ 2 ഞാവാലി പീസുകൾ, 66 മോഡൽ, കണ്ട 80 തോന്നി. ഉണക്കാണെങ്കിൽ എന്ത് അടിക്കാൻ മിടിക്കുക. ഹലോ അഴകപ്പൻ. നോ, ഐ എം നോട്ട് അഴകപ്പൻ. യു കോൾ മീ മാമ. മലയാളത്തിൽ മാമ എന്ന് പറയും, ഇംഗ്ലീഷിൽ അങ്കിൾ എന്ന് പറയും, ഹിന്ദിയിൽ അതെന്തെങ്കിലും ആവട്ടെ. നമുക്കൊരു കാര്യത്തിലേക്ക് കിടക്കാം. ആട്ടെ, ആരാണ് പേഷ്യന്റ്? പേഷ്യന്റ്? അതായത് രോഗി. ഞങ്ങളുടെ ഭാഷ പറയുകയാണെങ്കിൽ ഇത് ഒരുതരം രോഗമാണ്. രോഗവിവരം മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ ഏത് മോഡൽ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. ആളൊരു സേട്ടാ. ഓ, സേട്ടാണോ? സാപ്പിള്ളി സാവിത്രി നല്ല ഒന്നാന്തരം ഫാമിലിയാ. ഏകദേശം 85 മോഡൽ വരും.
ഹെഡ്ലൈറ്റ് ഇപ്പോഴും നല്ല പ്രകാശ. ഇത് പൊൻകുന്തൻ ജെസി. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഫുൾ കണ്ടീഷൻ. എന്താ വരുത്തട്ടെ? എന്റെ ഷേജി, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാനൊരു കാര്യമേറ്റ അത് ഏറ്റതാ. വിദേശി മുതൽ സ്വദേശി വരെ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഡോണ്ട് വറി. നാം ക്യാ ഹേ? മാമ. നിന്റെ ജോലിയല്ല ചോദിച്ചത്, പേര്. പേരാ? പേരെന്തുവാകട്ടെ, മാമ. ഇപ്പൊ എല്ലാ ഫീൽഡിലും തൂലികനാമം ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പൊൻകുന്നം, ചെമ്മനം എന്നൊക്കെ പറയണത് പോലെ എന്റെ പേരാണ് മാമ. നാഷണൽ ബിസിനസ് മുതൽ ഇന്റർനാഷണൽ ബിസിനസ് വരെ ചെയ്യുന്ന ആളാണ് നമ്മൾ. വല്ല തള്ളിപ്പൊളി പെമ്പിളയുടെ ഫോട്ടോയും കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ ഷേജി, കഴിഞ്ഞ കുറച്ച് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എന്റെ ഒരു പേഷ്യന്റും ഇന്ന് വരെ സുഖം പ്രാപിക്കാൻ പോയിട്ടില്ല. ഇനി എന്റെ ആവനാഴിയിൽ നിന്നും അമ്പെടുക്കാതെ നിവൃത്തിയില്ല. എന്റെ എല്ലാ വിജയത്തിനും കാരണമായ ഈ തുറുപ്പ് ചീട്ട്. ദാ നോക്ക്. ഇനി പറ, ഞാൻ പുറത്തു പോണോ അതോ ഇവരെയും കൊണ്ട് അകത്തേക്ക് വരണോ? പറ. മതി, ഇത് മതി. വേഗം വിളിക്ക്. സക്സസ്, എല്ലാ കാര്യവും സക്സസ്. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല സേട്ട്. ആളൊരു വേണ്ടനാ. വിദേശി മുതൽ സ്വദേശി വരെ. എന്തിനേറെ നഴ്സറി കുട്ടികളുടെ ഫോട്ടോ വരെ കാണിച്ചു. രക്ഷയില്ല. സംഗതി എന്താ, അത് പറഞ്ഞു തുലക്കണോ? ഞാനൊരു കാര്യമേറ്റാൽ അത് നടത്തിയിരിക്കും. പാർവതി, ഡൽഹി മന്ത്രിസഭയുടെ പേടി സ്വപ്നം. ഭരണപക്ഷത്തെ 8 എംപിമാരെ വലകിലാക്കി കഴിഞ്ഞ മിനിസ്ട്രിയെ ഒറ്റ രാത്രി കൊണ്ട് താഴെ ഇറക്കിയവൾ. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെ വില പറഞ്ഞ അജയൽ ഗോഖലയുടെ മാത്രം കീപ്പ്. പണച്ചാക്ക്. പാർവതിയെ ഞാൻ ഗോഖലയുമായി പരിചയപ്പെടുത്തിയതിന് അവൾ എനിക്ക് തന്ന വാക്ക്. ഞാൻ വിളിക്കുന്ന ഒരു ഡീലിങ്ങിന് മാത്രം പങ്കെടുത്തോളാമെന്ന്. സുപ്രീം കോർട്ട് വക്കീലന്മാര് ഒരു സിറ്റിങ്ങിന് 1 ലക്ഷം വാങ്ങുന്നെങ്കിൽ പാർവതി ഒരു സ്ലീപ്പിങ്ങിന് 3 ലക്ഷം വാങ്ങുന്നത്. വേണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ നിന്ന് അവളെ ഞങ്ങൾ വിളിക്കാം. ഇന്ത്യ ഗേറ്റിൽ? ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നിന്ന്. അതിതീഷ്ണമായ കണ്ണും ആരെയും ആകർഷിക്കുന്ന മുഖശ്രീയും ആണിന്റെ കരുത്തുമുള്ള പാർവതി. അവള് വരും. മേക്കാൻ കുറച്ച് പാടുപെടും. നിങ്ങളുടെയൊക്കെ കട്ടയം പടവളക്കിട്ട് അവള് പോകൂ. പാർവതിയുടെ ഫോട്ടോ ഇവിടെ. ആ സേട്ട് അതും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുക. എന്നാ